നമ്മൾ ആഘോഷിക്കുന്ന ഈ കാർട്ടൂണിന് പിന്നിൽ ഒരു റോബർ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രണ്ട് മനുഷ്യർ 17 വർഷം കൊണ്ട് അനിമേഷൻ ചരിത്രത്തിലെ ഏറ്റവും അവാർഡ് വിന്നിങ് കാർട്ടൂൺ ഉണ്ടാക്കി. പിന്നെ ഒരു ദിവസം രാവിലെ ഒരു മെമ്മോ വന്നു, നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. 7 ഓസ്കാർ നൈറ്റിലും ഒരേ മനുഷ്യൻ പ്രൊഡ്യൂസർ എന്ന പേരിൽ നടന്നു കയറി സ്പീച്ച് കൊടുത്ത് ഇറങ്ങിപ്പോയി. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കാർട്ടൂൺ ഉണ്ടാക്കിയ ആ ഓസ്കാറിന് കാരണമായ ഈ 2 പേരുടെ പേര് ഒരിക്കൽ പോലും പറഞ്ഞില്ല. ആ ഒരു പ്രൊഡ്യൂസർ ഒരു ഫ്രെയിം പോലും അനിമേറ്റ് ചെയ്തിട്ടില്ല, ഒരു ജോക്ക് പോലും എഴുതിയിട്ടില്ല. യഥാർത്ഥ ക്രിയേറ്റേഴ്സ് ഓഡിയൻസിന് പിന്നിലിരുന്ന് കൈയടിച്ചു. ഇതിലും വലിയ ക്രൂവൽറ്റി എന്തെന്നാൽ അവരുണ്ടാക്കിയ ആ ഒരു ക്യാരക്ടറിൻ്റെ ലീഗൽ ഓണർഷിപ്പിൻ്റെ ചെറിയൊരംശം പോലും അവർക്കുണ്ടായിരുന്നില്ല. സ്റ്റുഡിയോയ്ക്ക് മില്യൺസ് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു കാർട്ടൂൺ ലീഗലി അവരുടേതായിരുന്നേയില്ല. ടെലിവിഷൻ ഇൻഡസ്ട്രി സിനിമാ മേഖലയെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സ്റ്റുഡിയോ കോസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം പുറത്താക്കിയ 2 പേർ ഈ ഒരു അവാർഡ് വിന്നിങ് കാർട്ടൂൺ ഉണ്ടാക്കിയവരായിരുന്നു. അവരുടെ 40കളിൽ റോയൽറ്റി ഇല്ലാതെ, ക്രെഡിറ്റ് ഇല്ലാതെ, മറ്റൊരു ജോലിയും ഇല്ലാതെ അവർ പുറത്തായി. അവർ ഫയർ ചെയ്തത് ആ കാർട്ടൂണിൻ്റെ സോളിനെയായിരുന്നു. 3 വർഷത്തിനുള്ളിൽ ഇതേ 2 പേർ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അവരെ തകർത്ത സ്റ്റുഡിയോയെ ഇന്ന് ലോകം ഓർക്കുന്നത് ഈ 2 പേരുടെ പേരിൽ മാത്രമാണ്. ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു കാർട്ടൂണിൻ്റെ കഥയല്ല. ഇത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റിൻ്റെയും കോർപ്പറേറ്റ് ഗ്രീഡിൻ്റെയും അതിനെ ഒരു ഡൈനാസ്റ്റി ആക്കി മാറ്റിയ 2 മനുഷ്യരുടെയും കഥയാണ്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറിക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ജനിച്ച ഒരു കാലഘട്ടത്തെയും സാഹചര്യത്തെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. മെട്രോ ഗോൾഡിൻ മേയർ അഥവാ MGM 1937 ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫിലിം സ്റ്റുഡിയോ ആയിരുന്നു അത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ താരങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട് എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മോട്ടോ. ക്ലാർക്ക് ഗേബിൾ, ജൂഡി ഗാർലാൻഡ് തുടങ്ങിയ വമ്പൻ താരങ്ങൾ അവരുടെ കീഴിലുണ്ടായിരുന്നു. MGM എന്നത് വെറും ഒരു സ്റ്റുഡിയോ ആയിരുന്നില്ല, അതൊരു വലിയ സാമ്രാജ്യമായിരുന്നു. എന്നാൽ ഈ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ വമ്പൻ മുതലാളിമാർ പോലും അധികം തിരിഞ്ഞു നോക്കാത്ത ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു അവർ അനിമേഷൻ വിഭാഗത്തെ പ്രവർത്തിപ്പിച്ചിരുന്നത്. ആരും അത്രയ്ക്ക് ബഹുമാനമൊന്നും ആ വിഭാഗത്തിന് കൊടുത്തിരുന്നില്ല. MGM കാർട്ടൂൺ സ്റ്റുഡിയോ എന്നതായിരുന്നു അതിൻ്റെ പേര്. അവിടെ ജോലി ചെയ്തിരുന്ന 2 മനുഷ്യർ തങ്ങളുടെ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആരും തിരിച്ചറിയാത്തതിൻ്റെ നിരാശയിൽ ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു. പേര് വില്യം ഹന്ന. വില്യം ഹന്ന എന്ന വ്യക്തി 1937 MGM എത്തുന്നത്. അതിനു മുൻപ് പല ചെറിയ സ്റ്റുഡിയോകളിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. പക്ഷേ അവിടങ്ങളിലെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റോ കാരണം കെട്ടിടങ്ങൾ പൂട്ടുകയോ ആളെ കുറയ്ക്കുകയോ ചെയ്യുന്നത് പതിവായിരുന്നു. ഹന്ന ഒരു ടെക്നിക്കൽ ജീനിയസ് ആയിരുന്നു. അതിലുപരി അദ്ദേഹം ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു. അനിമേഷനിലെ തമാശ എന്നത് വെറുതെ വരയ്ക്കുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കൃത്യസമയത്ത് ആ രംഗം കട്ട് ചെയ്യുന്നതിലാണ് അതിൻ്റെ വിജയമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ടൈമിംഗ്. ഒരു വലിയ അടി കിട്ടുന്നതിന് മുൻപുള്ള 1/2 സെക്കൻഡ് നിശബ്ദത, അതായിരിക്കും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നത്. ആ താളം ഹന്നയുടെ രക്തത്തിലുണ്ടായിരുന്നു. 2ാമത്തെ ആളായിരുന്നു ജോസഫ് ബാർബറ. അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നാണ് വന്നത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം പഠിച്ചതും ജോലി ചെയ്തതും ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. പക്ഷേ ബാർബറയ്ക്ക് കണക്കിനേക്കാൾ ഉപരിയായി മനുഷ്യരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ വലിയ കഴിവുണ്ടായിരുന്നു. ഒരു കഥാപാത്രത്തെ എങ്ങനെ സൃഷ്ടിക്കണം, എന്തുകൊണ്ടാണ് ആളുകൾ അത് കാണുമ്പോൾ ചിരിക്കുന്നത്, വെറും കടലാസിലെ മഷി മാത്രമായ ഒരു രൂപത്തോട് ആളുകൾക്ക് എങ്ങനെ അധികമായിട്ട് സ്നേഹം തോന്നണം എന്നതൊക്കെ ബാർബറയ്ക്ക് നന്നായിട്ടറിയാം. കഥകൾ ഉണ്ടാക്കാനും തമാശകൾ എഴുതാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അസാമാന്യമായിരുന്നു. ഈ 2 പേരെയും ഒരേ മുറിയിൽ ഒരുമിച്ചിരുത്തിയത് അവരുടെ കഴിവ് കണ്ട് ആരെങ്കിലും അഭിനന്ദിച്ചതുകൊണ്ടൊന്നുമല്ല. പകരം സ്റ്റുഡിയോയ്ക്ക് ആവശ്യമായ കാർട്ടൂണുകൾ നിർമ്മിക്കാൻ കുറച്ച് ആൾക്കാരെ ആവശ്യമുണ്ട്. ഡിസ്നി കാർട്ടൂണുകൾ വഴി വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ MGM തീരുമാനിച്ചു, നമുക്ക് ഒരെണ്ണം വേണം. ഡിസ്നി എന്ത് ചെയ്യുന്നുവോ അത് കോപ്പി അടിക്കുക എന്നതായിരുന്നു അന്നത്തെ സ്ട്രാറ്റജി. കുറച്ച് അനിമേഷൻ ചെയ്യുന്നവരെ വാടകയ്ക്ക് എടുക്കുക, അവർ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്നതായിരുന്നു അധികാരികളുടെ മനോഭാവം. അതൊരു ഭ്രാന്തമായ കാലഘട്ടമായിരുന്നു. 1937 ഡിസ്നി സ്നോ വൈറ്റ് ആൻഡ് ദ 7 ഡ്വാർഫ്സ് പുറത്തിറക്കി. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഫുൾ ലെങ്ത് അനിമേഷൻ സിനിമയായിരുന്നു അത്. $1.5 മില്യൺ ചിലവാക്കിയാണ് അന്നത് ഉണ്ടാക്കിയത്. ആ കാലത്ത് അതൊരു ഭ്രാന്തൻ തീരുമാനമായിട്ട് പലരും കണ്ടു. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ അത് $8 മില്യൺ സമ്പാദിച്ചു. അനിമേഷൻ എന്നത് കുട്ടിക്കളിയല്ല, അത് വലിയൊരു ബിസിനസ്സും കലയുമാണെന്ന് വാൾട്ട് ഡിസ്നി തെളിയിച്ചു. ഇത് കണ്ട് MGMഉം വാർണർ ബ്രദേഴ്സും ഒക്കെ ഞെട്ടി. അവരും ഡിസ്നിയോട് മത്സരിക്കാൻ ഓട്ടം തുടങ്ങി. വാർണർ ബ്രദേഴ്സ് കുറച്ചുകൂടി വിപ്ലവകരമായിട്ടുള്ള രീതിയിലാണ് ചിന്തിച്ചത്. ബക്സ് ബണ്ണി, ഡാഫി ഡക്ക് തുടങ്ങിയ വികൃതികളായിട്ടുള്ള കഥാപാത്രങ്ങളെ അവർ ഉണ്ടാക്കി. അവർ നിയമങ്ങൾ തെറ്റിക്കുന്നവരും അധികാരികളെ കളിയാക്കുന്നവരുമായിരുന്നു. എന്നാൽ MGMൻ്റെ അനിമേഷൻ വിഭാഗം ഉണ്ടാക്കിയിരുന്ന കാർട്ടൂണുകൾ ആരും ഓർത്തു വെക്കാൻ പോലും സാധ്യതയില്ലാത്ത അത്ര വിരസമായിരുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല.
ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഹന്നയും ബാർബറയും കടന്നു വരുന്നത്. കൈനിറയെ കഴിവും മനസ്സ് നിറയെ ആശയങ്ങളും ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത രണ്ട് മനുഷ്യർ. ഒടുവിൽ 1940-കളിൽ സ്റ്റുഡിയോയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തിന് നടുവിൽ അവർ ഒരു പുതിയ ഐഡിയ മുന്നോട്ട് വെച്ചു. ഒരു പൂച്ചയും ഒരു എലിയും. MGM ആദ്യമേ അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ഈ കാർട്ടൂണിൻ്റെ ആദ്യത്തെ ഐഡിയ കേട്ടപ്പോൾ MGM സ്റ്റുഡിയോയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഐഡിയ കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു നാണക്കേട് തോന്നുന്ന അത്രയും ലളിതമായിട്ടുള്ള ഒന്നായിരുന്നു അത്. ഒരു പൂച്ചയെ എലി ഓടിക്കുന്നു, അത്രമാത്രം. പേപ്പറിൽ ഇതൊന്ന് എഴുതി നോക്കിയാൽ ഇതിനു മുൻപ് ലോകത്തിറങ്ങിയ മറ്റേത് കാർട്ടൂണിനെയും പോലെ തന്നെ ഇതും ഇരിക്കും. കാരണം സിനിമയുടെയും അനിമേഷൻ്റെയും തുടക്കം മുതൽ പൂച്ചയും എലിയും തമ്മിലുള്ള വഴക്ക് ഒരു സ്ഥിരം പരിപാടിയാണ്. ഇതിൽ പുതുമയൊന്നും ആരും കണ്ടില്ല. ഹന്നയും ജോസഫ് ബാർബറയും വെറും ഒരു പൂച്ച എലി പോരാട്ടമായിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്. അതിനേക്കാളും ആഴമുള്ള മനഃശാസ്ത്രപരമായ ചില തലങ്ങൾ അവർ ഇതിൽ കരുതി വച്ചിരുന്നു. അവർ അവതരിപ്പിച്ചത് വെറും ഒരു ശത്രുതയല്ല, മറിച്ച് ഒരു പ്രത്യേകതരം ബന്ധമാണ് പൂച്ചയും എലിയും തമ്മിലുള്ള. ഇന്നുവരെയുള്ള കാർട്ടൂണുകളിൽ നിന്ന് ടോം ആൻഡ് ജെറിയെ വ്യത്യസ്തമാക്കിയ ആ വലിയ രഹസ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. പൂച്ചയ്ക്ക് വെറുതെ എലിയെ പിടിക്കണം എന്നതല്ല ഇവിടുത്തെ കാര്യം. പൂച്ചയ്ക്ക് തൻ്റെ നിലനിൽപ്പിന് ആ എലിയെ ആവശ്യമാണ്. അതുപോലെ തന്നെ എത്ര ഭയന്നാലും എലിക്ക് ആ പൂച്ചയെയും ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഒരാളെ നമ്മൾ മാറ്റിയാൽ ഇവിടെ കഥയേ ഇല്ല. അങ്ങനെയാണെങ്കിൽ സംഘർഷമില്ലാത്ത ടോം ആൻഡ് ജെറി എന്ന അനിമേഷന് ഒരു നിലനിൽപ്പുമില്ല. അതിലും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ കഥാപാത്രവും മറ്റൊരാളിലൂടെയാണ് പൂർണ്ണമാകുന്നത്. ജെറി ഉള്ളതുകൊണ്ടാണ് ടോം ആകുന്നത്. തിരിച്ച് ജെറിയുടെ കാര്യം അങ്ങനെ തന്നെ. അവർ സാധാരണ അർത്ഥത്തിലുള്ള ശത്രുക്കളല്ല, മറിച്ച് തങ്ങൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം കണ്ടെത്താൻ പരസ്പരം ആശ്രയിക്കുന്നവരാണ്. ആദ്യത്തെ മീറ്റിങ്ങിൽ അവർ ഇതൊന്നും വിശദമായി പറഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷേ അവരുടെ കഥയുടെ പ്ലാനുകളിൽ അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ്സിൽ ഇത് വ്യക്തമായിരുന്നു. MGMൻ്റെ കാർട്ടൂൺ വിഭാഗം മേധാവിയായിരുന്ന ഫ്രെഡ് ക്യുബി എന്ന വ്യക്തിക്ക് ഇത് കണ്ടിട്ട് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്ന ഭാവമായിരുന്നു അയാൾക്ക്. എന്നാൽ തൻ്റെ നിർമ്മാണ പട്ടികയിലെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം അയാൾ അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ 1940-കളിൽ പസ് ഗെറ്റ്സ് എ ബൂട്ട് എന്ന പേരിൽ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഇറങ്ങി. അന്നത്തെ പൂച്ചയുടെ പേര് ജാസ്പർ എന്നും എലിയുടെ പേര് ജിങ്സ് എന്നുമായിരുന്നു. ജോൺ കാർ എന്നൊരു കലാകാരൻ പിന്നീട് ഒരു മത്സരത്തിലൂടെ നിർദ്ദേശിച്ച പേരാണ് ടോം ആൻഡ് ജെറി. പക്ഷേ ആ ആദ്യത്തെ സിനിമയിൽ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അവിടെ കാണാൻ പറ്റും. ആ താളം, തമാശകൾ, ഒട്ടും കുറയാത്ത ശാരീരികമായിട്ടുള്ള കോമഡികൾ, ഇതെല്ലാം അതിലുണ്ടായിരുന്നു. പൂച്ചയ്ക്ക് കിട്ടുന്ന ഓരോ അടിയിലും നമുക്ക് ചിരി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അയാൾക്കത് കിട്ടേണ്ടതാണെന്ന് നമുക്കറിയാം. അതേസമയം അയാളോട് നമുക്ക് ചെറിയൊരു സഹതാപം അല്ലെങ്കിൽ സിമ്പതി തോന്നും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം ഉടനെ സംഭവിച്ചു. ഈ സിനിമ ആ വർഷത്തെ മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സ്റ്റുഡിയോയും ഫ്രെഡ് ക്യുബിയും ശരിക്കും ഞെട്ടിപ്പോയി. തങ്ങൾ പുച്ഛിച്ച് തള്ളിയൊരു സാധനം ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അതോടെ MGM ഈ സീരീസിന് പച്ചക്കൊടി കാട്ടി. ടോം ആൻഡ് ജെറി ഔദ്യോഗികമായി ജനിച്ചു. 10 വർഷം, 7 ഓസ്കാറുകൾ. തകർക്കാൻ കഴിയാത്തൊരു റെക്കോർഡായി അത് മാറി. അടുത്ത 13 വർഷങ്ങളിൽ നടന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും വലിയ വിജയങ്ങളായിരുന്നു. 1943-നും 1953-നും ഇടയിൽ ടോം ആൻഡ് ജെറി 7 തവണയാണ് ഓസ്കാർ അവാർഡ് നേടിയത്. 10 വർഷത്തിനുള്ളിൽ 7 ഓസ്കാർ. അനിമേഷൻ ചരിത്രത്തിലെ മറ്റൊരു സീരീസും ഇതിൻ്റെ അടുത്തെങ്ങും എത്തിയിരുന്നില്ല. സാക്ഷാൽ ഡിസ്നിയോ വാർണർ ബ്രദേഴ്സോ ഒന്നും ഈ കുതിപ്പിന് മുന്നിൽ പിടിച്ചിരുന്നില്ല. ടോം ആൻഡ് ജെറിയുടെ ആധിപത്യം അത്രമാത്രം ശക്തമായിരുന്നു. ഈ അവാർഡ് നേടിയ ഓരോ സിനിമയും വെറും കാർട്ടൂണുകളല്ല, മറിച്ച് ഓരോ കലാരൂപങ്ങളാണ്. യാങ്കി ഡൂഡിൽ മൗസ്, മൗസ് ട്രബിൾ, ക്വയറ്റ് പ്ലീസ് തുടങ്ങിയ സിനിമകളൊക്കെ അനിമേഷൻ പഠിക്കുന്നവർക്ക് ഇപ്പോഴും ഒരു പാഠപുസ്തകം പോലെയാണ്. ശാരീരിക ഹാസ്യം എങ്ങനെ അവതരിപ്പിക്കണം, സംഗീതത്തിനനുസരിച്ച് എങ്ങനെ ദൃശ്യങ്ങൾ ഒരുക്കണം എന്നതൊക്കെ ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് മനുഷ്യ ശരീരം പഠിക്കുന്നത് പോലെ അത്രയും സൂക്ഷ്മമായാണ് മറ്റു കലാകാരന്മാർ നിരീക്ഷിച്ചത്. പക്ഷേ ഈ വിജയങ്ങളുടെ പിന്നാമ്പുറത്തൊരു വലിയ അനീതി ഉണ്ടായിരുന്നു. ഓരോ തവണ ഓസ്കാർ വേദിയിൽ പേര് വിളിക്കുമ്പോഴും സ്റ്റേജിലേക്ക് കയറിപ്പോയി ആ പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നത് ഫ്രെഡ് ക്യുബി എന്ന പ്രൊഡ്യൂസർ മാത്രമാണ്. കാരണം പവർ സ്ട്രക്ചർ. 7 ഓസ്കാറുകൾ, ഒരാളുടെ പേര്, പണിയെടുത്തത് മറ്റു 2 പേർ. നമുക്കിത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഫ്രെഡ് ക്യുബി പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞല്ലോ. അന്നത്തെ ഹോളിവുഡ് സിസ്റ്റം അനുസരിച്ച് പ്രൊഡ്യൂസറാണ് ഒരു പ്രോജക്റ്റിൻ്റെ തലവൻ. പണം കണ്ടെത്തുക, ബജറ്റ് നോക്കുക, സ്റ്റുഡിയോയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതൊക്കെയായിരുന്നു അയാളുടെ ജോലി. തീർച്ചയായും അതൊരു ചെറിയ ജോലിയല്ല. വലിയൊരു പ്രൊഡക്ഷൻ മുന്നോട്ട് പോകാൻ അത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഫ്രെഡ് ക്യുബി ഒരു കഥ പോലും എഴുതിയിട്ടില്ല, ഒരു തമാശ പോലും അയാൾ ഉണ്ടാക്കിയിട്ടില്ല. രാത്രി വൈകി ഉറക്കമില്ലാതെ എഡിറ്റിംഗ് റൂമിലിരുന്ന് ടോമിൻ്റെ മുഖത്ത് ചീനച്ചട്ടി അടിക്കുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യമായ ഭാവം ശരിയാക്കാൻ അയാൾ കഷ്ടപ്പെട്ടിട്ടില്ല. സംഗീതത്തിനനുസരിച്ച് ദൃശ്യങ്ങൾ തുന്നിച്ചേർത്ത് ആളുകളെ ചിരിപ്പിക്കാനുള്ള ആ കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ ടോം ആൻഡ് ജെറിയുടെ ഒരു ഫ്രെയിം പോലും അയാൾ അനിമേഷൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തത് വില്യം ഹന്നയും ജോസഫ് ബാർബറയും മാത്രമായിരുന്നു.
ഓരോ തമാശയും ഓരോ ഓസ്കാർ വിന്നിംഗ് മൂവ്മെൻറ്റും അവരുടെ വിയർപ്പായിരുന്നു. പക്ഷേ അക്കാഡമി അവാർഡ് നൽകുന്നത് പ്രൊഡ്യൂസർക്കാണ് എന്നതായിരുന്നു അന്നത്തെ രീതി. സംവിധായകനും എഴുത്തുകാരനും അനിമേഷൻ ചെയ്യുന്നവരും ഒക്കെ വെറും തൊഴിലാളികൾ മാത്രമാണ്. ക്രെഡിറ്റ് മുഴുവൻ സ്റ്റുഡിയോയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ പ്രൊഡ്യൂസർക്ക്. ഹന്നയും ബാർബറയും കാണികൾക്കിടയിൽ ഇരുന്ന് 7 തവണ ഫ്രെഡ് ക്യുംബി സ്റ്റേജിലേക്ക് നടന്നു കയറുന്നത് കണ്ടു, അവാർഡ് വാങ്ങുന്നത് കണ്ടു. ആ 7 തവണയും അയാൾ പ്രസംഗിച്ചു. തൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ഈ 2 പ്രതിഭകളുടെ പേര് അയാൾ പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും മികച്ച ജോലി നിങ്ങൾ തന്നെ ചെയ്യുന്നു. ലോകം മുഴുവൻ അത് അംഗീകരിക്കുന്നു. എന്നിട്ടും ആ പുരസ്കാരം വാങ്ങാൻ വേദിയിലേക്ക് നടക്കുന്നത് ഏതോ വ്യക്തിയാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് കൈയടിച്ചു കൊടുക്കണം. ഇത് എത്രത്തോളം വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫ്രെഡ് ക്യുംബി ഒരു വില്ലൻ അല്ല ഇവിടെ. പകരം ആ സിസ്റ്റം അങ്ങനെയാണ്. ക്രിയേറ്റീവായി ജോലി ചെയ്യുന്നവരെ വെറും മാറ്റിവെക്കാവുന്ന ഭാഗങ്ങളായി മാത്രം കാണുകയും കമ്പനിയിൽ പദവികളുള്ളവർക്ക് ബഹുമതി നൽകുകയും ചെയ്യുന്ന ഒരു ക്രൂരമായ രീതിയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കെതിരെ പോരാടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആ സിസ്റ്റത്തിനെതിരെ ശബ്ദം ഉയർത്താൻ. കൂടാതെ ഹന്നയ്ക്കും ബാർബറയ്ക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ. കാരണം ടോം ആൻഡ് ജെറിയുടെ അവകാശം അവരുടെ കയ്യിലല്ല. അവർ വെറും ശമ്പളക്കാരായ ജീവനക്കാർ മാത്രമാണ്. അവർ ഉണ്ടാക്കിയ ആ 2 കഥാപാത്രങ്ങളും ആ സ്റ്റുഡിയോയുടെ പേരിൽ മാത്രമാണ്. ലോകം മുഴുവൻ ആ കാർട്ടൂൺ കാണുകയും കമ്പനി കോടികൾ സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ ഈ 2 പേർക്കും വെറും ആഴ്ചയിലുള്ള ശമ്പളം മാത്രമാണ് കിട്ടുന്നത്. ഇവിടെയാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ പാഠം. നിങ്ങൾ എത്ര വലിയ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും അതിൻ്റെ ഉടമസ്ഥാവകാശം അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ നിങ്ങളൊരു ഉപകരണം മാത്രമാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനേക്കാൾ മോശമായ കാര്യങ്ങൾ വരാനിരിക്കുകയായിരുന്നു. 1950കളുടെ പകുതിയോടെ ഹോളിവുഡിൽ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു മാറ്റം സംഭവിച്ചു. അത് മറ്റൊന്നുമല്ല, ടെലിവിഷൻ്റെ കടന്നുവരവ്. അതുവരെ സിനിമകൾ കാണാൻ ആളുകൾക്ക് തിയേറ്ററിൽ പോകുക എന്നുള്ള ഒറ്റ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്നൊരു ദിവസം നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു പെട്ടി വന്നു. അതിൽ സിനിമകളും പരിപാടികളും ഫ്രീ ആയി കാണാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ എന്തിനാണ് ആളുകൾ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അന്നത്തെ ഒരു ക്വാളിറ്റി കുറഞ്ഞ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്? സ്വന്തം വീട്ടിൽ സുഖമായിട്ടിരുന്ന ശല്യമില്ലാതെ സിനിമ കണ്ടൂടെ? അങ്ങനെ ടെലിവിഷൻ അമേരിക്കൻ വീടുകളിൽ ഒരു തരംഗമായി. അങ്ങനെ പല സ്റ്റുഡിയോകളും പേടിച്ചു. തിയേറ്ററുകളിൽ ആൾ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. അങ്ങനെ പല സിനിമാ സ്റ്റുഡിയോകളും ലാഭവിഹിതം കൂട്ടാൻ വേണ്ടി കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ MGMൻ്റെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കണ്ണിൽ അവർ തങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു മേഖല കണ്ടു. അതായത് MGM സ്റ്റുഡിയോയുടെ അനിമേഷൻ വിഭാഗം. അത് വലിയ സാമ്പത്തിക ഭാരമാണ്. തിയേറ്ററുകൾക്ക് വേണ്ടി ചെറിയ കാർട്ടൂണുകൾ നിർമ്മിക്കാൻ വലിയ ചിലവ്. ഒരുപാട് അനിമേഷൻ കലാകാരന്മാർ വേണം. ഓരോ ഫ്രെയിമും കൈകൊണ്ട് വരയ്ക്കണം. ഓരോ സിനിമയ്ക്കും വലിയ ഓർക്കസ്ട്ര വേണം. സംഗീതം നൽകണം. എന്നാൽ തിയേറ്ററുകൾ ഈ ചെറിയ കാർട്ടൂണുകൾ കാണിക്കുന്നത് കുറയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അതോടെ അനിമേഷൻ സ്റ്റുഡിയോ ലാഭകരമല്ലെന്ന് കമ്പനി തീരുമാനിച്ചു. അങ്ങനെ 1957 MGM തങ്ങളുടെ അനിമേഷൻ സ്റ്റുഡിയോയെ എന്നേക്കുമായി പൂട്ടി. പൂട്ടുക എന്ന് പറഞ്ഞാൽ നിർത്തുകയല്ല, ആ വിഭാഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. എല്ലാവരെയും ഓരോ കാരണം പറഞ്ഞ് പിരിച്ചുവിട്ടു. ആ ലിസ്റ്റിൽ ആദ്യം ഹന്നയും ജോസഫ് ബാർബറയും ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിൻ്റെ ഗൗരവം ഒന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 7 തവണ ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡ് വാങ്ങിക്കൊടുത്ത 2 മനുഷ്യർ. അവരുടെ കഴിവിനെ പറ്റി ആർക്കും തർക്കമില്ല. പക്ഷേ ഒരു കമ്പനിയുടെ ലാഭത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവരുടെ പേരിന് നേരെ ചുവന്ന മഷി വീണു. ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ ബിസിനസ് ലാഭകരമല്ല എന്ന് കണക്കപ്പിള്ള തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. യാതൊരു ബഹുമാനവുമില്ലാതെ ഒരു യാത്രയയപ്പ് പോലും നടത്താതെ അവർക്ക് മെമ്മോ നൽകി പുറത്താക്കി. ഞങ്ങളുടെ സ്ഥാപനം പൂട്ടുകയാണ്. ഇത്രയും കാലം നിങ്ങൾ ചെയ്ത സേവനത്തിന് നന്ദി. ഇനി പൊക്കോ. ഇതായിരുന്നു സാരം. ഹന്നയ്ക്കന്ന് 46 വയസ്സ്. ജോസഫ് ബാർബറയ്ക്കും ഏകദേശം അതേ പ്രായം. തങ്ങളുടെ യുവത്വത്തിൻ്റെ 17 വർഷം ജീവിതം മുഴുവൻ നൽകി അവർ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിരിക്കുന്നു. MGM എന്ന വലിയ കമ്പനിയുടെ ഉടമസ്ഥർ മരിച്ചുപോയാലും ലോകം ഓർക്കുന്ന 2 കഥാപാത്രങ്ങളെയാണ് അവർ സൃഷ്ടിച്ചത്. എന്നിട്ട് അവർ തെരുവിൽ നിൽക്കുന്നു. ജോലിയില്ല, ഭാവിയിൽ എന്ത് ചെയ്യുന്ന ഒരു നിശ്ചയമില്ല. സാധാരണ രീതിയിൽ കഥ ഇവിടെ അവസാനിക്കേണ്ടതാണ്. കോർപ്പറേറ്റുകൾ ജയിക്കുകയും കലാകാരന്മാർ തോൽക്കുകയും ചെയ്യുന്ന പതിവ് കാഴ്ച. കമ്പനി ആ കഥാപാത്രങ്ങളെ കൈവശം വയ്ക്കും, അത് വിൽക്കും, എന്ത് വേണോ ചെയ്യും. പക്ഷേ ഇവിടെ നിന്നാണ് യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. MGMൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വില്യം ഹന്നയും ജോസഫ് ബാർബറയും ചേർന്ന് ഒരു സാഹസികമായിട്ടുള്ള തീരുമാനമെടുത്തു. അതൊരു വല്ലാത്ത ധീരതയായിരുന്നു. അല്ലെങ്കിൽ തങ്ങളുടെ കഴിവിൽ അവർക്കുണ്ടായിരുന്ന അപാരമായ വിശ്വാസമായിരുന്നു. സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങുക. അങ്ങനെ 1957 ഹന്ന ബാർബറ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ അവരൊരു സ്റ്റുഡിയോ ഇട്ടു. അവരുടെ കയ്യിൽ പണമൊന്നുമില്ല. ഒരു ചെറിയ ഓഫീസിൽ നിന്ന് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. ജോലി പോയി എന്ന് കരുതി വീട്ടിലിരിക്കാതെ അവർ വമ്പൻ കമ്പനികളോട് മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ച 2 മധ്യവയസ്കരായ മനുഷ്യരായിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ മറ്റാർക്കും ഇല്ലാത്തൊരു നിധിയുണ്ട്. 17 വർഷത്തെ അനുഭവ സമ്പത്ത്. ജനങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുക എന്നും എങ്ങനെയാണ് അവരെ രസിപ്പിക്കേണ്ടതെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിലുപരി അവർ പരസ്പരം വിശ്വസിച്ചു. അങ്ങനെ ആദ്യം ചെയ്തത് വിപണിയെ പഠിക്കുക എന്നതാണ്. തിയേറ്ററുകൾക്ക് വേണ്ടിയുള്ള അനിമേഷൻ ഇനി രക്ഷപ്പെടില്ല എന്നവർക്ക് മനസ്സിലായി. സോ ഭാവി ടെലിവിഷനിലാണ്. പക്ഷേ ടെലിവിഷനിൽ ഒരു പ്രശ്നമുണ്ട്. സിനിമയ്ക്ക് കിട്ടുന്ന അത്രയും ബജറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് എപ്പിസോഡ് ഉണ്ടാക്കണം.
പണം കുറവ്, സമയം കുറവ്. ടോം ആൻഡ് ജെറി ഉണ്ടാക്കാനെടുത്ത അത്രയും അധ്വാനം ടെലിവിഷൻ കാർട്ടൂണുകൾക്ക് കൊടുത്താൽ അവർ സാമ്പത്തികമായി തകരും. അതുകൊണ്ട് അനിമേഷൻ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നു. അതിനെയാണ് അവർ ലിമിറ്റഡ് അനിമേഷൻ എന്ന് വിളിച്ചത്. അതായത് ഓരോ ഫ്രെയിമും പൂർണ്ണമായും വരയ്ക്കുന്നതിന് പകരം പശ്ചാത്തലങ്ങൾ മാറ്റമില്ലാതെ നിലനിർത്തും. കഥാപാത്രങ്ങളുടെ ഏത് ഭാഗമാണോ അനങ്ങേണ്ടത് അത് മാത്രം അനിമേറ്റ് ചെയ്യും. ഉദാഹരണത്തിന്, ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ ചുണ്ട് മാത്രം ചലിക്കും, ശരീരം അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഓർക്കസ്ട്രയ്ക്ക് പകരം കുറച്ച് ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം കൂടി കൊടുത്ത് അവർ അനിമേഷനെ റീഡിഫൈൻ ചെയ്തു. ഇത് മടികൊണ്ട് ചെയ്തതല്ല, ഒരു സാമ്പത്തിക പ്രശ്നത്തിനുള്ള സൊല്യൂഷനായിരുന്നു. സിനിമയ്ക്കുള്ള സാധനം വില കുറച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ടെലിവിഷന് വേണ്ടി മാത്രമുള്ള ഒരു പുതിയ ഉൽപ്പന്നം അവർ കണ്ടുപിടിച്ചു. അങ്ങനെ 1960-ൽ അവർ ദ ഫ്ലിൻസ്റ്റോൺസ് പുറത്തിറക്കി. ചരിത്രത്തിലെ ആദ്യത്തെ പ്രൈം ടൈം അനിമേറ്റഡ് ടെലിവിഷൻ സീരീസ് ആയിരുന്നു അത്. ശിലായുഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആധുനിക കുടുംബത്തിൻ്റെ കഥ പറയുന്ന വിചിത്രവും രസകരവുമായ കഥ. ഫ്രെഡ് ഫ്ലിൻസ്റ്റോൺ എന്ന മുൻകോപിയായ തൊഴിലാളിയും അയാളുടെ ഭാര്യ വിൽമയും സുഹൃത്ത് ബാർണിയും ഒക്കെ പെട്ടെന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കി. മുതിർന്നവർ കാണുന്ന സിറ്റ്കോമുകൾ പോലെയായിരുന്നു അവരത് നിർമ്മിച്ചത്. ആളുകൾ ഇത് കാണാൻ തടിച്ചുകൂടി. അങ്ങനെ ഇതിൻ്റെ 6 സീസണുകളിൽ വലിയ വിജയമുണ്ടായി. ലോകം മുഴുവൻ ഈ സിൻഡിക്കേഷൻ്റെ അവകാശങ്ങൾ വിറ്റുപോയി. അതുണ്ടാക്കിയ വരുമാനം MGM സ്വപ്നം കാണുന്നതിനും അപ്പുറമായിരുന്നു. ഫ്രെഡ് ഫ്ലിൻസ്റ്റോണിൻ്റെ മുഖം വിറ്റാമിൻ ഗുളികകളിലും സീരിയലുകളിലും കളിപ്പാട്ടങ്ങളിലും ബെഡ്ഷീറ്റുകളിലും ഒക്കെ വന്നു. MGM എന്ന കോർപ്പറേറ്റ് കമ്പനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സാമ്പത്തിക വിജയമായി ഇത് മാറി. പക്ഷേ ഹന്നയും ബാർബറയും അവിടെ നിർത്തിയില്ല. അവർ ഒന്നൊന്നായി പുതിയ ഹിറ്റുകൾ കൊണ്ടുവന്നു. സ്കൂബി ഡു, യോഗി ബിയർ, ദ ജെറ്റ്സൺസ്, സ്മർഫ്സ്, ഹീമാൻ, അങ്ങനെ പോകുന്നു അവരുണ്ടാക്കിയ ക്യാരക്ടറുകളുടെ ലിസ്റ്റ്. അടുത്ത 30 വർഷത്തിനുള്ളിൽ അവർ നിർമ്മിച്ച കാർട്ടൂണുകളുടെ എണ്ണം അത്ഭുതപ്പെടുത്തുന്നതാണ്. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും അവരുടെ കഥാപാത്രങ്ങളുമായി ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടായി. 2 തലമുറകളുടെ കുട്ടിക്കാലം രൂപപ്പെടുത്തിയത് ഈ 2 പേർ ചേർന്നാണ്. 1957-ൽ ആ കൈവിട്ടുപോയ മെമ്മോ വാങ്ങിയ അതേ 2 മനുഷ്യർ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ അനിമേഷൻ സ്റ്റുഡിയോ കെട്ടിപ്പടുത്തു. ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമസ്ഥാവകാശം അവരുടെ കയ്യിലായിരുന്നു. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ഹന്നയും ബാർബറയും സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തതിനെ കുറിച്ചാണ്. എന്നാൽ ഈ സമയത്ത് അവർ ഉപേക്ഷിച്ചു പോന്ന, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ടോം ആൻഡ് ജെറിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ലേ? അവിടെയാണ് കോർപ്പറേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശയും പാഠവും ഉള്ളത്. 1957-ൽ ഹന്നയും ബാർബറയും പോയ ശേഷം, അല്ലെങ്കിൽ സ്പെസിഫിക്കലി പറഞ്ഞാൽ അവരെ പിരിച്ചുവിട്ടതിന് ശേഷം MGM കുറേ കാലത്തേക്ക് കാർട്ടൂൺ നിർത്തിവെച്ചു. പക്ഷേ പഴയ എപ്പിസോഡുകൾക്ക് TV-യിലും വലിയ സ്വീകാര്യതയുണ്ട്. അങ്ങനെ ഈ പരിപാടിക്ക് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ ടോം ആൻഡ് ജെറിയെ പുനർജീവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ ചക്ക് ജോൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചു. ആരായി ചക്ക് ജോൺസ്? വാർണർ ബ്രദേഴ്സിൽ ബക്സ് ബണ്ണിയെയും വൈലി കൊയോട്ടിയെയും ഒക്കെ സൃഷ്ടിച്ച അനിമേഷൻ ലോകത്തിലെ അതികായൻ. ചക്ക് ജോൺസ് ഒരു ജീനിയസ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 1960-കളിൽ അദ്ദേഹം നിർമ്മിച്ച ടോം ആൻഡ് ജെറി എപ്പിസോഡുകൾ സാങ്കേതികമായി വളരെ മികച്ചതായിരുന്നു. വരകൾക്ക് നല്ല മിഴിവുണ്ട്, ഡിസൈനുകൾ മോഡേൺ ആയിരുന്നു, ഓരോ തമാശയും കൃത്യമായി പ്ലാൻ ചെയ്തതാണ്. എന്നിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു, ജനങ്ങൾക്കത് അങ്ങോട്ട് ദഹിച്ചില്ല. എന്തുകൊണ്ടാണ്? ചക്ക് ജോൺസ് ടോം ആൻഡ് ജെറിയെ അല്ല ഉണ്ടാക്കിയത്, മറിച്ച് ടോം ആൻഡ് ജെറി എന്ന പേരിലുള്ള 2 കഥാപാത്രങ്ങളെ വെച്ച് അദ്ദേഹം സ്വന്തം ശൈലിയിൽ ഒരു കാർട്ടൂൺ ഉണ്ടാക്കാൻ ശ്രമിച്ചു. രൂപത്തിൽ മാറ്റം വന്നു, അവർ ചലിക്കുന്ന രീതിയിൽ മാറ്റം വന്നു. എല്ലാത്തിനുമുപരി ഹന്നയും ബാർബറയും വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമോഷണൽ കണക്ഷൻ, അല്ലെങ്കിൽ ലോജിക് അവിടെ നഷ്ടപ്പെട്ടു. കാഴ്ചക്കാർക്ക് അത് കൃത്യമായി പറയാൻ അറിയില്ല, പക്ഷേ തങ്ങളുടെ പഴയ ടോം ആൻഡ് ജെറിയും അല്ല ഇത് എന്ന് അവർക്ക് തോന്നി തുടങ്ങി. ഇവിടെയാണ് ബിസിനസ്സിൻ്റെയും കലയിലെയും ഏറ്റവും വലിയൊരു പാഠമുള്ളത്. ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വെറുമൊരു പേരല്ല, അല്ലെങ്കിൽ വെറുമൊരു വരയോ ഡിസൈനോ ഒന്നുമല്ല. അതൊരു ഇമോഷണൽ ലോജിക്കാണ്. ആ കഥാപാത്രങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അവർ തമ്മിലുള്ള താളം എന്താണ് എന്നതൊക്കെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ ലോജിക്ക് അറിയുന്ന ആളെ മാറ്റി വേറൊരാളെ കൊണ്ടുവന്നാൽ ആ പുതിയ ആൾ എത്ര വലിയ കഴിവുള്ള ആളാണെങ്കിലും പഴയ സോൾ അവിടെ ഉണ്ടാവില്ല. പിന്നീട് പല വർഷങ്ങളിലായി ടോം ആൻഡ് ജെറി പല കൈകൾ കൈമറിഞ്ഞു. പല കമ്പനികൾ ഏറ്റെടുത്തു നോക്കി. ഇടയ്ക്ക് ഹന്നയ്ക്കും ബാർബറയ്ക്കും തന്നെ കിട്ടി. അങ്ങനെ അവർ പുതിയ എപ്പിസോഡുകൾ ചെയ്തു നോക്കി. ചിലർ ഈ കാർട്ടൂണിനെ മോഡേൺ ആക്കാൻ ശ്രമിച്ചു. ചിലർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരാൻ നോക്കി. അതിലെ അടിയും ഇടിയും ഒക്കെ കുറച്ചു. ചിലർ അവരെ 2 പേരെയും നല്ല ഫ്രണ്ട്സാക്കി മാറ്റാൻ നോക്കി. 1992-ൽ ഇറങ്ങിയ ലൈവ് ആക്ഷൻ സിനിമയായിരുന്നു ടോം ആൻഡ് ജെറി എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന്. ഈ പുതിയ ആളുകൾക്കൊന്നും ആ ഒരു കാര്യം മനസ്സിലായില്ല. ടോമും ജെറിയും തമ്മിലുള്ള വഴക്കെന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, മറിച്ച് അതായിരുന്നു ആ കഥാപാത്രങ്ങളുടെ ആധാരശില. അവർ പരസ്പരം അടികൂടുന്നത് ശത്രുത കൊണ്ടല്ലെന്ന് നമ്മൾ പറഞ്ഞു. ആ പോരാട്ടമാണ് അവരുടെ എക്സിസ്റ്റൻസ്. അവർ പരസ്പരം സ്നേഹിക്കുന്ന സുഹൃത്തുക്കളായാൽ പക്ഷേ അവിടെ ഒന്നുമില്ല. അവരെന്തായാലും യുദ്ധം ചെയ്യണം എന്നതാണ് ഒരു റൂൾ. ആ പോരാട്ടത്തിന് ഒരു പ്രത്യേക താളം ഉണ്ടാക്കണം. അത് മനസ്സിലാക്കാൻ ഹന്നയ്ക്കും ബാർബറയ്ക്കും മാത്രമേ പറ്റിയുള്ളൂ. പക്ഷേ ടോമും ജെറിയും ഇന്നും അവിടെയുണ്ട്. അവരെ ലോകം ഇന്നും കാണുന്നുണ്ട്. ആ കഥാപാത്രങ്ങൾ ജനങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം ആഴത്തിലുണ്ട്.
ഒരു കമ്പനിയെ നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ സത്യസന്ധമായ ഇമോഷൻസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ നശിപ്പിക്കാൻ അങ്ങനെ ആർക്കും പറ്റില്ല. 1943 ഒരു കുട്ടിയും 2026 ഒരു കുട്ടിയും ഒരേപോലെ ചിരിക്കുന്നത് ഈ പൂച്ചയും എലിയും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ കണ്ടാണ്. ആ ബന്ധം ലോകത്തിലെ ഏത് ഭാഷയ്ക്കും സംസ്കാരത്തിനും അപ്പുറമാണ്. ഹന്നയും ബാർബറയും വെറുമൊരു കാർട്ടൂണല്ല ഉണ്ടാക്കിയത്, അവർ ഒരു ഇമോഷനെയാണ് കെട്ടിപ്പടുത്തിയത്. തെറ്റായ മാനേജ്മെൻറ്റിനോ ലാഭക്കൊതിയുള്ള കമ്പനികൾക്കോ തകർക്കാൻ കഴിയാത്തത്ര ശക്തമായ ഒന്ന്. അതാണ് ടോം ആൻഡ് ജെറിയുടെ യഥാർത്ഥ വിജയം. നിങ്ങൾക്ക് എന്തായാലും ടോം ആൻഡ് ജെറിയെക്കുറിച്ചുള്ള ഈ ഒരു ബിസിനസ് കേസ് സ്റ്റഡി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ എൻ്റെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന കോഴ്സുകൾ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരം കോഴ്സുകൾ ചെക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഭാഗമായി മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ courses.jrstudioedu.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ